നമസ്കാരം. ടൊബാക്കോ ഫ്രാഗ്രൻസസ് എല്ലാവരുടെയും ഫേവറേറ്റ് അല്ല. ടൊബാക്കോ ഇഷ്ടമുള്ളവർക്ക് മാത്രമേ അത് ഇഷ്ടപ്പെടുള്ളൂ. ടൊബാക്കോ ഫ്രാഗ്രൻസസിലെ ഏറ്റവും അഗ്രഗണ്യനായിട്ടുള്ള സാധനമാണ് നാക്സോസ്. പിന്നെ മൻസീറയുടെ റെഡ് ടൊബാക്കോ ഉണ്ട്, കരോലിന ഹെറേറയുടെ മിസ്റ്ററി ടൊബാക്കോ, അങ്ങനെ പല സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ നമ്മുടെ മൂഗ്ലറിൻ്റെ ഒരു പ്യൂർ ഹെവാൻ ഉണ്ടായിരുന്നു, അതിപ്പോൾ നിർത്തലാക്കി. അങ്ങനെ ഒരുപാട് നല്ല ടൊബാക്കോ ഫ്രാഗ്രൻസസ് വിപണിയിലുണ്ട്. എനിക്കത്ര പ്രിയമുള്ളൊരു നോട്ടല്ല ടൊബാക്കോ, എൻ്റെ ഫേവറേറ്റും അല്ല. അപ്പം എനിക്ക് ടൊബാക്കോ ഫ്രാഗ്രൻസസ് വിയർ ചെയ്യാൻ തന്നെ ഇഷ്ടമില്ല. കാരണം എനിക്കെന്തോ ഒരുതരം ഹെഡേക്ക് പോലത്തെ എന്തോ ഒരു ഹോട്ട് ഫീലിംഗ് തലയിലുണ്ടാവും ഈ ടൊബാക്കോ ഫ്രാഗ്രൻസസ് അടിച്ചു കഴിഞ്ഞാൽ. ഞാൻ വല്ലപ്പോഴും ടെസ്റ്റ് ചെയ്യാനല്ലാതെ അടിക്കാറില്ല. അതുകൊണ്ട് തന്നെ നാക്സോസൊക്കെ എൻ്റെ കയ്യിൽ ഇത്ര ഇരിപ്പുള്ളൂ. വല്ലപ്പോഴും എന്തെങ്കിലും വന്നാൽ കമ്പാരിസണോ ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ നാക്സോസ് സൂക്ഷിച്ചിരിക്കുന്നതാണ്. ഒരു 10 ml അത്രേ ഉള്ളൂ എൻ്റെ കയ്യിൽ നാക്സോസ്. ഞാൻ നാക്സോസ് വാങ്ങിക്കത്തുമില്ല. ഇതാണ് പെർഫ്യൂമറിയുടെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഒരാൾക്ക് ഇഷ്ടമുള്ളത് വേറൊരാൾക്ക് ഇഷ്ടപ്പെടണം എന്ന് തീരെ നിർബന്ധമില്ല. നാക്സോസ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, എൻ്റെ ഫേവറേറ്റ് അല്ലത്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മെയ്സൺ അൽഹംബ്രയുടെ എക്സ്ക്ലൂസീവ് ടൊബാക്കോ. ഇത് കുറച്ചുകൂടി ഒരു വിയറബിൾ ടൊബാക്കോ ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇത് റിവ്യൂ ചെയ്തേക്കാമെന്ന് വിചാരിച്ചത്. ഇത് കരോലിന ഹെറേറയുടെ മിസ്റ്ററി ടൊബാക്കോയുടെ ക്ലോണാണ്. പക്ഷേങ്കിൽ മിസ്റ്ററി ടൊബാക്കോയേക്കാളും നല്ലതാണ്. മിസ്റ്ററി ടൊബാക്കോ എനിക്ക് അത്രയ്ക്കും അങ്ങ് പറ്റാറില്ല. ഇത് നല്ലൊരു പ്രസൻറ്റേഷനാണ് വന്നിരിക്കുന്നത്. ഇതുണ്ടോ, ഇതിൻ്റെ ബോക്സ് ഞാൻ ദൂരെ കളഞ്ഞു. ബോട്ടിൽ നല്ല തിക്ക് ഗ്ലാസ്സാണ്. ഇതുണ്ട്, ഇങ്ങനെ ഒരു അടപ്പൊക്കെ വന്നിട്ടുണ്ട്. നല്ല അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ഇവരുടെ മെയ്സൺ അൽഹംബ്രയുടെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ലത്താഫയുടെ ഒരു സബ് ബ്രാഞ്ച്, അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഈ മെയ്സൺ അൽഹംബ്ര എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഫ്രാഗ്രൻസിലേക്ക് വരാം. ഇതുണ്ടോ സ്പ്രേ, ഇതുണ്ടോ നല്ല നല്ല അറ്റോമൈസറാണ്, നമുക്ക് കാണാമെങ്കിൽ കാണാം. ഇതിനകത്ത് എനിക്ക് ടൊബാക്കോ ഇഷ്ടമില്ലെങ്കിൽ പോലും നല്ല പെർഫ്യൂമറീനെ ഞാൻ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യും. ഇതിൻ്റെ ഈ തോട്ട് പ്രോസസ്സ്, എസ്പെഷ്യലി കരോലിന ഹെറേറ മിസ്റ്ററി ടൊബാക്കോയുടെ തോട്ട് പ്രോസസ്സാണ് ഇതിൻ്റെ ബാക്കിലും. ഹാവിങ് സെഡ് ദാറ്റ്, ഇതിൻ്റെ ഈ തോട്ട് പ്രോസസ്സ് നമ്മൾ റിയലി അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. കാരണം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ദവാന, ഈ പറഞ്ഞ പോലെ ഒസ്മാന്തസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം മിൽക്കി ലെതറി ഒരു സ്മെല്ലുള്ളൊരു ഫ്ലവറാണ് ഒസ്മാന്തസ്. പൊടിക്ക് ജിഞ്ചർ, ഇത്രയും സാധനങ്ങൾ മേളിലിട്ടിട്ട് ടൊബാക്കോയാണ് ഇതിൻ്റെ മെയിൻ പ്ലേ. ഈ ടൊബാക്കോയുടെ അകത്തൂടെ നമുക്ക് ഇത്രയും സാധനങ്ങൾ സിട്രസ് ഒന്നും അങ്ങനെ ഇതെന്ന് പറഞ്ഞാൽ കോൺട്രാസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അതായത് നമുക്കിപ്പം ചിലപ്പം ചില കറിയിലൊക്കെ മധുരം ഇട്ടാൽ അതിൻ്റെ മൊത്തം ഫ്ലേവർ ഒന്ന് ബാലൻസ് ചെയ്യും. അങ്ങനെ വേണ്ടിയിട്ട് വിട്ടിരിക്കുന്ന സിട്രസൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട്. പക്ഷേ എങ്കിൽ നല്ല ടൊബാക്കോയാണ് ഈ പൊങ്ങി വരുന്നത്. നല്ല നമുക്ക് ഈ നല്ല കാലിപ്പുകല ഡൈല്യൂട്ട് ചെയ്ത് മണത്ത പോലെ ഇരിക്കും. അതിങ്ങനെ പൊങ്ങി വന്നിട്ട് ഈ ഗ്വയക്ക് വുഡും വെറ്റിവറും ഉണ്ട് മിഡ് നോട്ടിൽ. അത് രണ്ടും കൂടെയാണ് അടുത്ത പ്ലേ. അപ്പം വുഡി ടൊബാക്കോ വിത്ത് ടോങ്ക ബീൻ ബേസും കൂടെ ആകുമ്പോൾ വുഡി സ്വീറ്റ് ടൊബാക്കോ ആവും. അത് ഇതിൻ്റെ സ്വീറ്റ്നെസ് വരുന്നത് ഒരുതരം കാരമലൈസ്ഡ് ടൈപ്പ് ഓഫ് സ്വീറ്റ്നെസ്സാണ് വരുന്നത്. അപ്പം നല്ലൊരു കാരമലൈസ്ഡ് സ്വീറ്റ് ടൊബാക്കോ ആവും. ഇങ്ങനെ മണക്കുമ്പം ചില ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കാം. പക്ഷേങ്കിൽ ഇത് കണ്ടതേ, ഇതിങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ഇങ്ങനെ മണക്കുന്നതാണ് എയർ കിട്ടുന്ന മണം. അത് അടിപൊളിയാണ്. ഇതിനകത്ത് ഞാനിപ്പോൾ റിവ്യൂവിന് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെയർ ചെയ്തപ്പം എനിക്ക് 3-4 കോംപ്ലിമെൻറ്റ്സ് കിട്ടി. അപ്പം കോംപ്ലിമെൻറ്റ് പുള്ളറാണ് അത്യാവശ്യം. ടൊബാക്കോ ഫ്രാഗ്രൻസസ് ഇഷ്ടമുള്ളവർക്ക് ഇത് വെയർ ചെയ്യാം. പിന്നെ ഇത് മെയിൽസിനുള്ളതാണ്, പക്ഷേങ്കിൽ ഈസിലി ഫീമെയിൽസിനും വെയർ ചെയ്യാൻ പറ്റും. അതിനകത്ത് കുഴപ്പമൊന്നും ഞാൻ കാണുന്നില്ല. കാരണം ഒരു കുറച്ചുകൂടി ഒരു അംബർ പ്രൊഫൈൽ ഇതിന് കൂടുതലാണ്, ഒരു അംബറി ടച്ച് ഇതിന് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഈസി ആയിട്ട് ഫീമെയിൽസിനും വെയർ ചെയ്യാൻ പറ്റും. നമുക്ക് ഇത് സെർജ് ഓഫ് വേറൊരു ലൈനിലാണ് പോകണം നാക്സോസ് എപ്പോഴും. നാക്സോസ് ഞാൻ പറഞ്ഞുതരാം. ഇതുണ്ടോ നാക്സോസിൻ്റെ ഓയിൽ കോൺസെൻട്രേഷൻ കണ്ടോ നിങ്ങൾ? കംപ്ലീറ്റ് ഓയിൽ അതിനകത്ത്. ഇതുണ്ടോ നാക്സോസിൻ്റെ ഓയിൽ, കംപ്ലീറ്റ് ഓയിൽ അതിൻ്റെ അത് തിളങ്ങുന്നുണ്ടോ നിന്ന് പോവാതെ. നാക്സോസ് നല്ല സ്വീറ്റ് ഹണിക്കകത്തിങ്ങനെ മുക്കിയെടുത്ത ടൊബാക്കോ പോലെ ഇരിക്കും. നല്ല സ്വീറ്റ് ബേസും ഉണ്ട് നാക്സോസിന്.
നാക്സസ് ശരിക്കും ഇതിൻ്റെ ആ പെർഫ്യൂമറിൻ്റെ തോട്ട് പ്രോസസ്സ് ഭയങ്കര കേട്ടോ ഇതിൻ്റെ ബാക്കിൽ. കാരണം ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല, എനിക്ക് തലവേദന അടിക്കും ടൊബാക്കോ. അതുകൊണ്ടാണ് ഞാൻ നാക്സോസ് അടിക്കാത്തത്. ഹണി വിത്ത് വാനില ആൻഡ് ടോങ്ക ബീൻ, ആ ഒരു ടൊബാക്കോയാണ്. ആ വനിലിൻ വെച്ച് സ്മൂത്തൻ ചെയ്തിട്ട് ആ ടോങ്ക ആയിട്ടുള്ള സ്വീറ്റ്നെസ് വന്നിട്ടുന്ന ഒരു ടൊബാക്കോ. കുറച്ചും കൂടെ ഈ ഈ ഈ സാധനം കുറച്ചും കൂടെ സ്വീറ്റാണ്. ഇത് ഒരു അല്പം ഈ ഹണിയുടെ വാമത്തും കൂടി ഇതിനകത്തുണ്ട്. ഏതാ ബെറ്റർ എന്ന് ചോദിച്ചാൽ ഞാനെപ്പോഴും നാക്സോസ് പറയുള്ളൂ. കാരണം നാക്സോസിനൊരു കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡ് കൂടുതലല്ല. പക്ഷേങ്കിൽ ഇത് ഈ 2000 പ്രൈസ് പോയിൻറ്റിന് ഒട്ടും കുറവല്ല. ഈ നമുക്ക് മൻസീറ റെഡ് ടൊബാക്കോ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. മൻസീറ റെഡ് ടൊബാക്കോയുടെ ആ ഒരു ഇൻറ്റൻസിറ്റി കൂടുതലായത് കാരണം അങ്ങനെയുള്ള ആളുകൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ സാധനം ഇത്. നിങ്ങൾ മൻസീറ റെഡ് ടൊബാക്കോ മേടിക്കേണ്ട കാര്യം ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നീഷ് ഹൗസിൻ്റെ ഒരു സാധനം വേണം എന്നുണ്ടെങ്കിൽ പിന്നെ അത് ഭയങ്കര ബീസ്റ്റ് മൂഡ് കേട്ടോ, അതിൻ്റെ അത്രയും പ്രൊജക്ഷൻ ഇതിനില്ല. പക്ഷേങ്കിൽ ഇതൊരു വളരെ ഡീസൻറ്റ് ഫ്രാഗ്രൻസ് ആണ്. ഇതൊരു ജെൻറ്റിൽമാൻലി ടൊബാക്കോ ഫ്രാഗ്രൻസ് എന്ന് വേണേൽ ഞാൻ പറയാം. നിങ്ങൾക്ക് നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ടൊബാക്കോ ഫ്രാഗ്രൻസ് ചെയ്ത് ആളുകൾക്ക് മനസ്സിലാകത്തില്ല. എന്തോ ഒരു ഭയങ്കര പ്രീമിയം ആംബർ ഫ്രാഗ്രൻസ് പോലെ ഇത് മണക്കുക. ഇത് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, അതൊരു ഭയങ്കര ഒരു ഫാക്ടറാണ്. എൻ്റെ ഫേവറേറ്റ് ഒന്നുമല്ല. ഞാനിത് വേറെ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇല്ല, വേറെ ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ അടിച്ചുകൊണ്ട് പോയിക്കും, അത്രേ ഉള്ളൂ. പക്ഷേ ടൊബാക്കോ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പം ആളുകളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോകൾ വഴി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.